നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്ക ഇറാന്റെ തുറമുഖങ്ങളിൽ ശക്തമായ ഉപരോധങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇങ്ങനെ അമേരിക്കയുടെ ശക്തമായ ഉപരോധം തുടരുന്നതിനിടെ സമാധാന നിർദ്ദേശങ്ങളുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാൻ. 2 ദിവസം മുമ്പ് ഇറാൻ ഒരു കാരണവശാലും ചർച്ചയ്ക്കില്ല എന്ന് പ്രതികരിച്ചിരുന്ന രാജ്യമായിരുന്നു. പാകിസ്ഥാനിൽ 2ാം ഘട്ട ചർച്ചകൾ നടക്കാനുള്ള തീയതി നിശ്ചയിച്ചിരുന്നു. എന്നാൽ ആ സമയത്ത് അമേരിക്കയുടെ ഉപരോധം നടക്കുന്നതിനാൽ അമേരിക്ക ഉപരോധത്തിൽ നിന്ന് പിന്മാറാതെ യാതൊരു ചർച്ചകൾക്കും തങ്ങൾ തയ്യാറല്ല എന്ന് ഇറാൻ സംഘം അറിയിക്കുകയായിരുന്നു. പാകിസ്ഥാൻ ചർച്ചകൾക്കുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കിയിരുന്നു. അമേരിക്കൻ സംഘം അവിടെ എത്തുകയും ചെയ്തു. പക്ഷേ ഇറാൻ സംഘം എത്തിയില്ല. അതുകൊണ്ട് തന്നെ ചർച്ചകൾ അലസിപ്പോവുകയായിരുന്നു. പിന്നീട് ചർച്ചകൾ മാറ്റിവെക്കുകയായിരുന്നു. പക്ഷേ ഈ ഒരു വിഷയത്തിൽ, അതായത് ഇറാൻ തുറമുഖങ്ങൾ ഉപരോധിക്കുന്നത് സംബന്ധിച്ച വിഷയത്തിൽ അമേരിക്കയുടെ മനസ്സ് മാറാത്തത് കാരണം, ഇരു രാജ്യങ്ങളും തമ്മിലൊരു സമവായത്തിൽ എത്താത്തത് കാരണം ചർച്ചകൾ മുടങ്ങിക്കിടക്കുകയായിരുന്നു. ആദ്യം ചർച്ച നടക്കട്ടെ, അതിനുശേഷം അന്തിമമായി സമാധാന കരാർ ഉണ്ടാകട്ടെ, അതിനുശേഷം ഉപരോധം പിൻവലിക്കാം എന്ന നിലപാടിലായിരുന്നു അമേരിക്ക. എന്നാൽ തങ്ങളുടെ തുറമുഖങ്ങളെ ഉപരോധിച്ചാൽ തങ്ങൾ പൂർണ്ണമായും ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുമെന്നും ഈ ഉപരോധം പിൻവലിക്കാതെ ചർച്ചകൾക്കില്ല എന്നുമാണ് ഇറാൻ സംഘം അറിയിച്ചിരുന്നത്. എന്നാൽ ഈ ഉപരോധം അമേരിക്ക കടുപ്പിച്ചതോടുകൂടി, സാമ്പത്തികമായി ഇറാൻ തകർന്നടിയാൻ എന്ന ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതോടുകൂടി ഇറാൻ ചർച്ചകൾക്ക് സമ്മതം മൂളുകയായിരുന്നു. പാകിസ്ഥാൻ സംഘം ഇറാൻ സന്ദർശിച്ച് കാര്യങ്ങളുടെ ഗൗരവ അവസ്ഥ പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇറാൻ ചർച്ചകൾക്ക് സമ്മതിച്ചത്. പക്ഷേ നേരിട്ട് അമേരിക്കയുമായി ചർച്ചകൾക്ക് ഇറാൻ സമ്മതം മൂളിയിരുന്നില്ല. നേരിട്ടല്ലാതെ, അതായത് പാകിസ്ഥാൻ പ്രതിനിധികളോട് ഞങ്ങളുടെ ആവശ്യം പറയും, അത് പാകിസ്ഥാൻ പ്രതിനിധി സംഘം അമേരിക്കയെ അറിയിക്കും, അതിനുശേഷം അതിൽ കാര്യങ്ങൾ സമവായത്തിലെത്തുകയാണ് എങ്കിൽ മാത്രം ചർച്ച എന്ന നിലയിലാണ് ഇറാൻ നിലപാടെടുത്തിരുന്നത്. പക്ഷേ ഇറാൻ പാകിസ്ഥാനെ അറിയിച്ച നിർദ്ദേശങ്ങളോട് അമേരിക്കയ്ക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലേക്ക് ചർച്ചകൾക്കായി പുറപ്പെടേണ്ടിയിരുന്ന അമേരിക്കൻ സംഘത്തിൻ്റെ യാത്ര ട്രംപ് റദ്ദാക്കി. മാത്രമല്ല, സമയം കളയാൻ ഞങ്ങളില്ല, ഈ കാര്യങ്ങളൊക്കെ ഇറാൻ്റെ നിർദ്ദേശങ്ങൾ കേട്ടിട്ട് ഇതൊന്നും നടപ്പിലാകുന്ന ഒരു കോളില്ല, അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ചർച്ചയ്ക്കായി ഞങ്ങളില്ല, അങ്ങോട്ട് പോകുന്നില്ല എന്ന നിലപാട് എടുത്തുകൊണ്ട് അമേരിക്കൻ സംഘത്തിൻ്റെ സന്ദർശനം, പാകിസ്ഥാൻ സന്ദർശനം നിർത്തലാക്കുകയാണ് അമേരിക്ക ചെയ്തത്. മാത്രമല്ല, അമേരിക്ക ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചു, അതായത് ഹോർമൂസിൽ ഞങ്ങൾ ഇറാന്റെ ഒരു കപ്പലുകളും അങ്ങോട്ടോ ഇങ്ങോട്ടോ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ശക്തമായ ഉപരോധം തന്നെ വരും ദിവസങ്ങളിൽ തീർക്കും. ഇറാനെ സംബന്ധിച്ചിടത്തോളം എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ വിളിക്കേണ്ടത് ഈ ആണവ ആയുധങ്ങളുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ആണവ ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള മോഹം ഉപേക്ഷിച്ചതിന് ശേഷം ഞങ്ങളെ വിളിക്കണം എന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്. ഒരു കാരണവശാലും ഇറാന് ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള അവകാശം നൽകാൻ കഴിയില്ല എന്നാണ് അമേരിക്ക നിലപാടെടുത്തത്. അതിനുശേഷം ഇതാ വീണ്ടും ഇറാൻ പുതിയ മാർഗനിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ സംഘത്തിന് സമർപ്പിച്ച സമാധാന നിർദ്ദേശങ്ങൾ ഇപ്പോൾ അമേരിക്കയ്ക്ക് ലഭിച്ചു എന്നാണ് സൂചന. ഇതിൽ വിശദാംശങ്ങൾ, പുതിയ നിർദ്ദേശങ്ങളിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഒരു വഴിത്തിരിവായേക്കാവുന്ന, പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ വഴിത്തിരിവായേക്കാവുന്ന നിർദ്ദേശങ്ങളാണ് ഇറാൻ സമർപ്പിച്ചിട്ടുള്ളത് എന്നാണ് സൂചന. എന്തായാലും ആണവ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്ക ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഇറാൻ എന്ന ഇസ്ലാമിക രാജ്യത്തിന് ഒരു കാരണവശാലും ഈ ആണവായുധങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ആണവായുധങ്ങൾ കൈവശം വയ്ക്കാനുള്ള അവകാശം നൽകാൻ കഴിയില്ല എന്ന് തന്നെ ട്രംപ് തറപ്പിച്ച് പറയുന്നു. മാത്രമല്ല, ഇതുവരെ സമ്പുഷ്ടീകരിച്ച് വെച്ചിട്ടുള്ള യുറേനിയം, ആണവ ഇന്ധനം, അത് എത്രയും വേഗം മറ്റൊരു വിദേശ രാജ്യത്തേക്ക്, അമേരിക്കയിലേക്ക് മാറ്റണമെന്നാണ് അമേരിക്ക പറയുന്നത്. ഇനി അതിന് സാധിക്കുന്നില്ല എങ്കിൽ മറ്റൊരു വിദേശ രാജ്യത്തേക്ക് മാറ്റണം എന്നാണ് ഇപ്പോൾ അമേരിക്ക ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യത്തിന് വഴങ്ങിയില്ല എങ്കിൽ സമാധാന ചർച്ചകളില്ല, ഉപരോധം ഞങ്ങൾ തുടരും എന്നാണ് അമേരിക്കയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതുതായി ഇറാൻ സമർപ്പിച്ചിരിക്കുന്ന സമാധാന നിർദ്ദേശങ്ങളിൽ അമേരിക്ക എന്ത് നിലപാട് എടുക്കുമെന്ന് കാത്തിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ. കാരണം ഇപ്പോൾ സംഘർഷം നടക്കുന്നില്ല എങ്കിൽ കൂടി വലിയ പ്രതിസന്ധി അതിപ്പോഴും നിലനിൽക്കുകയാണ്. ആ പ്രതിസന്ധി മറ്റൊന്നുമല്ല,
ശക്തമായ ഉപരോധം അമേരിക്ക ഇറാൻ തുറമുഖങ്ങളിൽ തീർക്കുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ശക്തമായ സേനാ വിന്യാസം നടത്തി ഉപരോധം തീർക്കുകയാണ്. അങ്ങനെയുള്ള ഉപരോധം ഞങ്ങൾക്ക് നേരെ നടത്തിയാൽ ഹോർമൂസ് കടലിടുക്ക് ഒരു രാജ്യത്തിനും തുറന്നു കൊടുക്കില്ല എന്ന ഒരു നിലപാട് ഇറാനും സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ സംഘർഷം നടക്കുന്നില്ല എങ്കിലും പ്രതിസന്ധി ഒഴിയാത്ത സാഹചര്യമുണ്ട്. ഈ കടലിടുക്കിലൂടെ എണ്ണയോ പ്രകൃതിവാതകമോ നീങ്ങാത്ത സാഹചര്യമുണ്ട്. ഇന്ത്യയുടെ കപ്പലുകൾക്ക് പോലും ഇപ്പോൾ ഇറാൻ അനുമതി നൽകിയിരുന്നില്ല. നേരത്തെ ഇന്ത്യൻ കപ്പലുകൾക്ക് അനുമതി നൽകിയിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ കപ്പലുകൾക്ക് പോലും ഇറാൻ അനുമതി നൽകുന്നില്ല. മാത്രമല്ല, പിടിച്ചെടുത്ത 2 കപ്പലുകൾ, ആ കപ്പലുകളിൽ ഒന്ന് ഇന്ത്യയുമായി ബന്ധമുള്ള കപ്പലുമാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ വലിയ സംഘർഷം അതിപ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ തുടരുകയാണ്. അമേരിക്ക ഉപരോധം തുടരുന്ന അമേരിക്കൻ പടയ്ക്കെതിരെ വരും ദിവസങ്ങളിൽ ആക്രമണം ഉണ്ടായേക്കുമോ എന്നൊരു സൂചന കൂടി ഇറാൻ നൽകുന്നുണ്ട്. എന്തായാലും സമാധാനത്തിലേക്ക് മടങ്ങി വരണം എന്നാണ് ഇപ്പോൾ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് സൂചന. അതിൻ്റെ കാരണം ഇറാൻ ഭരണകൂടത്തിലുള്ള 2 വിഭാഗങ്ങളാണ്. ഇറാൻ ഭരണകൂടത്തിൽ ഈ ഒരു കാരണവശാലും ചർച്ചകൾ നടത്തരുത്, സമാധാനത്തിലേക്ക് പോകരുത്, ഞങ്ങൾ ഈ അമേരിക്കൻ സൈന്യത്തെ ഫലപ്രദമായി പ്രതിരോധിച്ചിരിക്കുകയാണ്, ഇനിയും ഞങ്ങളെ പ്രതിരോധിക്കാൻ അനുവദിക്കണമെന്നാണ് IRGC പറയുന്നത്. പക്ഷേ ഇറാൻ ഭരണകൂടത്തിലെ ഒരു വിഭാഗം പറയുന്നത് അതങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല സംഘർഷം. ഇപ്പോൾ തന്നെ വലിയ നാശനഷ്ടങ്ങൾ രാജ്യത്തിനുണ്ടായി. ഈ സംഘർഷം എത്രയും വേഗം അവസാനിപ്പിക്കണം എന്ന് കരുതുന്നവരും ഇറാൻ ഭരണകൂടത്തിലുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചി സമ്മതിച്ചതുമാണ്. മാത്രമല്ല, ഇറാൻ വിദേശകാര്യമന്ത്രിയും പാകിസ്ഥാനുമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷം മറ്റു രാജ്യങ്ങളും ഈ വിഷയത്തിൽ ഇടപെടുകയാണ്. ഒമാൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ ഖത്തറിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്, തുർക്കിയുടെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. ഇത്തരം രാജ്യങ്ങളുമായിട്ടൊക്കെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി സംവദിക്കുന്നുമുണ്ട്. എന്തായാലും ഈ ഒരു ചർച്ചകൾ, സമാധാന ചർച്ചകൾ അത് തുടരണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. വിവിധ ലോകരാജ്യങ്ങൾ സമാധാന ചർച്ചകൾക്കായി ഇരു രാജ്യങ്ങളെയും പ്രേരിപ്പിക്കുകയാണ്. പക്ഷേ ആക്രമണം നടത്താതെ തന്നെ ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്ന ഒരു വലിയ ആയുധം അത് അമേരിക്കയുടെ കയ്യിലുണ്ട്. അത് മറ്റൊന്നുമല്ല, ഹോർമൂസ് കടലിടുക്ക് ഉപരോധിക്കലാണ്. ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നത് കാരണം ആഗോള വിപണിയിൽ തന്നെ എണ്ണ വിതരണം തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രതിസന്ധി ഒഴിവാക്കാനാണ് വിവിധ ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഇറാനുമായും അമേരിക്കയുമായും ചർച്ച നടത്തുന്നത്.